ഹലോ, അപ്പം എല്ലാവർക്കും ഈദ് മുബാറക്ക്. അപ്പം ഞങ്ങളിന്ന് രാവിലെ 7 മണിയായി. ഇപ്പം ഞങ്ങൾ ഉറങ്ങി എണീക്കുന്നേ ഉള്ളൂ. അപ്പോൾ ഇന്ന് എൻ്റെ ആദ്യത്തെ പെരുന്നാളാണേ. അപ്പം എൻ്റെ മാമൻ വന്നിട്ട് എന്നെ കളിപ്പിക്കുന്നൊക്കെ ഉണ്ട്. അപ്പോൾ കുറച്ച് നേരം ചിരിക്കാമെന്നൊക്കെ വിചാരിച്ചിട്ട് ഞാനിങ്ങനെ ചിരിക്കുകയൊക്കെയാണ്. അമ്മ രാവിലെ വന്നപാടെ തന്നെ തുടങ്ങി എന്നെ കളിപ്പിക്കാൻ. അപ്പോൾ എണീച്ചിട്ട് വലിയ കാര്യമൊന്നുമില്ല. അതുകൊണ്ട് ഞാൻ കുറച്ച് നേരം കൂടി കിടക്കാമെന്ന് വിചാരിച്ചിട്ട് ഇങ്ങനെ കുറച്ച് നേരം കൂടി കിടക്കുകയാണ്. ഇനിയിപ്പോൾ എന്താ, ഒന്ന് എക്സസൈസ് ചെയ്താലോ? എനിക്ക് പിന്നെ വേറെ കാര്യമായിട്ട് പണിയൊന്നും ഇല്ലല്ലോ. അപ്പോൾ കാലിൻ്റെ എക്സസൈസ് തന്നെ ചെയ്യാം. അപ്പോൾ കുറച്ച് നേരം ഞാൻ കുറച്ച് എക്സസൈസൊക്കെ ചെയ്യട്ടെ കേട്ടോ. ഞാൻ അടുക്കളയിലേക്കൊന്ന് പോയിട്ട് വരാം. എന്താ അവിടെ നടക്കുന്നതെന്നൊന്ന് നോക്കാമല്ലോ. ആ ചിക്കനെല്ലാം കഴുകി വെച്ചിട്ടുണ്ട്. ഇനിയൊന്ന് കുറച്ച് നേരം പുറത്ത് പോയി നിൽക്കാം. മാമനും മുപ്പാപ്പിയൊക്കെ പള്ളിയിൽ പോകുന്നുണ്ട്. അവർ പോകുന്നൊന്ന് കുറച്ച് നേരം നോക്കി നിൽക്കട്ടെ. ഇനി അവർ പള്ളിയിലും കൂടി പോയിട്ട് വേണം എനിക്കൊന്ന് കുളിച്ച് റെഡിയാവാൻ. ചിക്കനൊക്കെ അതാ മസാലയൊക്കെ പെരക്കി വെച്ചിട്ടുണ്ട്. ഇനി എന്താണാവോ ഉണ്ടാക്കാൻ പോകുന്നത്. ഇനി ഞാനൊന്ന് പോയി കുളിച്ചിട്ട് വരട്ടെ. ഉമ്മച്ചീൻ്റെ മേത്തെല്ലാം എണ്ണയൊക്കെ തേച്ച് പിടിപ്പിച്ചിട്ടുണ്ട്. എണ്ണ മേത്ത് പിടിക്കാൻ വേണ്ടി നമുക്ക് ഒരു 5 മിനിറ്റ് കിടക്കാം. കിടക്കുന്നൊന്നും എനിക്കിഷ്ടമല്ലേ. അതുകൊണ്ട് കരച്ചിലൊക്കെ വരുന്നുണ്ട്. കുളിപ്പിക്കാനാണെങ്കിൽ ഉമ്മച്ചി കൊണ്ടുപോകുന്നുമില്ല. എന്നാൽ ഒരു കാര്യം ചെയ്യും, ഒന്ന് കമന്ന് നോക്കി നോക്കാം. അപ്പം ഞാൻ കമന്നിട്ടുണ്ട്. എനിക്കിപ്പോൾ കുറച്ച് സമാധാനമായി. ഇനി കുറച്ച് നേരം കമന്ന് കളിക്കാമല്ലോ. അങ്ങനെ എൻ്റെ കുളിയെല്ലാം കഴിഞ്ഞപ്പോൾ എനിക്ക് ഉറക്കം വന്നു. ഞാൻ നല്ല ഉറക്കത്തിലാണ്. ഇനി ഞാൻ ഉറങ്ങി എണിച്ചിട്ട് വേണം എനിക്ക് കുപ്പായെല്ലാം മാറ്റാൻ. ഇതാണ് എൻ്റെ പെരുന്നാൾ കുപ്പായ. പിന്നെ നിങ്ങൾക്കൊക്കെ പെരുന്നാൾക്ക് പുതിയ കുപ്പായൊക്കെ മേടിച്ചില്ലേ? എൻ്റെ കുപ്പായം എല്ലാവർക്കും ഇഷ്ടപ്പെട്ട കമൻറ്റ് ചെയ്യണേ. അങ്ങനെ ഉമ്മച്ചി അടുക്കളയിൽ ഭയങ്കര പണിയിലാണ്. ഉള്ളി മുറിച്ച് വെച്ചിട്ടുണ്ട്, പുതിന ഉണ്ട്, വെളുത്തുള്ളി, ഇഞ്ചി ഉണ്ട്, തക്കാളി ഉണ്ട്, മല്ലിച്ചപ്പുണ്ട്, ക്യാരറ്റ് ഉണ്ട്. ഇനി എന്താണാവോ ഇതും വെച്ച് ഉമ്മച്ചി ഉണ്ടാക്കാൻ പോകുന്നത്? ബിരിയാണിയാണോ എന്ന് സംശയമുണ്ട്. ചിക്കനൊക്കെ അതാ പൊരിച്ച് റെഡിയാക്കി വെച്ചിട്ടുണ്ട്. അപ്പം ഞാൻ ഉറങ്ങി എണീച്ച് ഒക്കെ വന്ന് ഇനി എനിക്ക് കുപ്പായെല്ലാം മാറ്റി നല്ല സുന്ദരി കുട്ടിയൊക്കെ ആവണം. അപ്പം എനിക്ക് ചിരിയൊക്കെ വരുന്നുണ്ട്. ഉറങ്ങി ഒന്ന് എണീച്ചപ്പോഴാണ് എനിക്ക് ശരിയായത്. ഇനി ഞാൻ പുതിയ കുപ്പായൊക്കെ മാറ്റിയിട്ട് വരാം കേട്ടോ. അങ്ങനെ ഞാൻ പുതിയ കുപ്പായെല്ലാം മാറ്റി. ഇനി എന്നെ ഫോട്ടോ എടുക്കാനാന്നും പറഞ്ഞിട്ട് ഇവർ എന്നെ പുറത്ത് കൊണ്ടുപോയിട്ടിപ്പോൾ ഭയങ്കര ഫോട്ടോ എടുക്കുന്ന പരിപാടിയിലാണ്. ഇനി ഏതൊക്കെ പോസ്റ്റിൽ ഞാൻ നിൽക്കേണ്ടി വരും. അങ്ങനെ എന്നെ കിടത്തിയിട്ടും ഇരുത്തിയിട്ടും നിർത്തിയിട്ടും എല്ലാം ഈ ഇത്താത്തമാരെന്നെ ഫോട്ടോ എടുത്ത്. അങ്ങനെ കുറച്ച് ഫോട്ടോസൊക്കെ എടുക്കട്ടെ. നിങ്ങളും കുറേ ഫോട്ടോ ഒക്കെ എടുത്തിട്ടുണ്ടാവില്ലേ പെരുന്നാൾക്ക്? ഞാനും കുറച്ച് ഫോട്ടോസൊക്കെ എടുക്കട്ടെ കേട്ടോ. ഈ ഇത്താത്ത എന്നെ മേലോട്ടൊക്കെ ഇങ്ങനെ പൊക്കുന്നുണ്ട്. അപ്പം എനിക്ക് ഭയങ്കര സന്തോഷമാകുന്നുണ്ട്. അങ്ങനെ കുറച്ച് നേരം കഴിഞ്ഞപ്പോൾ എന്നെ പിന്നെയും മാറ്റിച്ചു. അങ്ങനെ പിന്നെയും ഫോട്ടോസ് എടുത്തു. ഇനി നമുക്ക് പെരുന്നാളിൻ്റെ പായസം കുടിക്കാമല്ലോ. അപ്പോൾ എനിക്ക്
കുറച്ച് ഉമ്മച്ചി വായിൽ വെച്ച് തന്നു. നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു പായസമൊക്കെ. കുറച്ചേ ഞാൻ കുടിച്ചിട്ടുള്ളൂ. ഇക്കാക്കയാണെങ്കിൽ ഇവിടെ ഇല്ല. ഇക്കാക്ക ഉപ്പച്ചീൻ്റെ വീട്ടിലാണ് ഉള്ളത്. അപ്പോൾ ഇക്കാക്കാൻ്റെ വീഡിയോ അയച്ച് തന്നപ്പോൾ ഇക്കാക്കാനെയും കൂടി ഇതിൽ കാണിച്ചതാണ്. ഇക്കാക്ക വീഡിയോയിൽ ചിരിക്കുന്നൊക്കെ ഉണ്ട്. ഇക്കാക്ക ഇനി നാളെ വരുള്ളൂ. ഇക്കാക്ക ഇന്നലെ പോയതാണ്. ഇക്കാക്ക പെരുന്നാളും കഴിഞ്ഞ് നാളെ ഇങ്ങോട്ടേക്ക് വരുള്ളൂ. ഇനി എന്തായാലും ഉച്ചയായി. ഇനി നമുക്ക് പെരുന്നാക്കത്തെ ചോറ് കഴിക്കാൻ സമയമായി. കച്ചമ്പറെല്ലാം ഉണ്ടാക്കി വെച്ചു. അതുപോലെ ബിരിയാണീൻ്റെ ചോറുണ്ടാക്കി വെച്ചിട്ടുണ്ട്. ബിരിയാണി മസാലയും ഒക്കെ റെഡിയാക്കി വെച്ചിട്ടുണ്ടല്ലോ. എനക്കെന്തായാലും കഴിക്കാൻ പറ്റില്ല, ഞാൻ കുഞ്ഞു കുട്ടിയല്ലേ. അപ്പോൾ ഉമ്മച്ചി എന്തായാലും കഴിക്കട്ടെ. ഇങ്ങനെ ഉമ്മച്ചിയും ഉമ്മാമ്മയും എല്ലാവരും ഇങ്ങനെ ബിരിയാണി എല്ലാം കഴിച്ചു. ഇനി എന്തായാലും കുറച്ചു നേരം കിടന്നുറങ്ങാം അല്ലേ. ഇനി കുറച്ചു നേരം കിടന്നുറങ്ങിയിട്ട് അങ്ങ് എണീക്കാം. അപ്പോൾ എൻ്റെ പെരുന്നാക്കത്തെ വിശേഷം ഇത്രയേ ഉള്ളൂ. എൻ്റെ വിശേഷം എല്ലാവർക്കും ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്കും ഷെയറും കമൻറ്റൊക്കെ ചെയ്യാൻ മറക്കല്ലേ. ഇനിയും എൻ്റെ വീഡിയോ കാണണമെങ്കിൽ നിങ്ങൾ എൻ്റെ വീഡിയോ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ. എൻ്റെ എല്ലാ കൂട്ടുകാർക്കും ഈദാശംസകൾ.